പിശാചിന്റെ വക്കൽ നിന്ന് വഇന്ന ശൈത്താന ഖുലിക മിനന്നാർ, പിശാചിനെ സൃഷ്ടിക്കപ്പെട്ടത് തീയിനാലാണ്. വഇന്നമാ തുത്ഫഉന്നാറു ബിൽമാ, തീയണക്കാൻ ഉപയോഗിക്കാറുള്ളത് വെള്ളമാണ്. അതുകൊണ്ട് ഫൈദാ ഗളിബ അഹദുക്കും, നിങ്ങളിൽ ആർക്കെങ്കിലും ദേഷ്യം വന്നാൽ ഫല്യതവല്ല, അവൻ വുളൂ ചെയ്തു കൊള്ളട്ടെ. മുഹമ്മദ് മുസ്തഫ. ദേഷ്യം പിശാചിനെ വക്കൽ, പിശാചിനെ സൃഷ്ടിക്കപ്പെട്ടത് തീയിനാലാണ്. തീ അണക്കാൻ ഉപയോഗിക്കാറുള്ളത് വെള്ളമാണ്. അതുകൊണ്ട് ഫൈദാ ഗളിബ അഹദുക്കും, നിങ്ങളിൽ ആർക്കെങ്കിലും ദേഷ്യം വന്നാൽ ഫല്യതവല്ല, അവൻ വുളൂ ചെയ്തു കൊള്ളട്ടെ. മുഹമ്മദ് മുസ്തഫ. വുളൂ ചെയ്താൽ അവന്റെ ദേഷ്യം ഓട്ടോമാറ്റിക്കായി നീങ്ങിപ്പോകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഉസ്താദ് നിങ്ങൾ പറയുന്നു? ആരോടാ കലമ്പുന്ന അവന്റെ പേരടിക്ക് രണ്ട് വെച്ചു കൊടുക്കാന്നല്ലാണ്. ഇപ്പൊ സമയത്ത് ഹൗസും തേടി പോവാനാ, വെള്ളം തേടി പോവാനാ. വേറെ പരിഹാരമാർഗമുണ്ട്. രണ്ട് ചെറുപ്പക്കാർ റസൂലുള്ളാഹിനെ മുമ്പിൽ വെച്ചുകൊണ്ട് കലമ്പിക്കൊണ്ടിരിക്കാം. ഒരു ചെറുപ്പക്കാരൻ ദേഷ്യം പിടിച്ച് പല തെറിയഭിഷേകം നടത്തി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലോ ഖാല അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ഇയാളെങ്ങാനും അഊദു ബില്ലാഹി എന്ന് പറഞ്ഞാൽ ദഹബ അൻഹു മാ യജിദു, ഇയാൾ അഭിമുഖീകരിക്കുന്ന ദേഷ്യം ഓട്ടോമാറ്റിക്കായി നീങ്ങിപ്പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ അഊദു അല്ലെങ്കിൽ വുളൂ ചെയ്യാ, ഈ രൂപത്തിലൊക്കെ ദേഷ്യം ഇല്ലായ്മ ചെയ്യാ എന്നല്ലാതെ ബന്ധം തകർക്കുന്ന ദുരവസ്ഥ, കുടുംബം തകർക്കുന്ന ദുരവസ്ഥ മുസ്ലിമെ നമുക്ക് ഭൂഷണമല്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഓർക്കുക, സ്വാഭാവികമായും പല വിഷയങ്ങൾ കുടുംബം ഭിന്നിക്കാറുണ്ട്. സമ്പത്തിന്റെ പേര് പറഞ്ഞ് കുടുംബം കലഹിക്കാറുണ്ട്. റസൂൽ എന്താ പറയാ? ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നതു ഉമ്മത്തി അൽ മാൽ, ഓരോ സമൂഹത്തിനെയും പരീക്ഷിക്കുന്ന പരീക്ഷണ വസ്തുക്കളുണ്ട്. വഫിത്നതു ഉമ്മത്തി അൽ മാൽ, എന്റെ ഉമ്മത്തിനെ പരീക്ഷിക്കുന്ന പരീക്ഷണ വസ്തു അത് സമ്പത്താണെന്ന് മുഹമ്മദ് മുസ്തഫ. ഞാൻ ചിലവരെ ധാരാളം പ്രസംഗിക്കാൻ വന്നതാ. മുമ്പ് ഇങ്ങനെ ഒരു വിഷയം ഡിസ്കസ് ചെയ്തിട്ട് ഓർക്കുന്നുണ്ടോ? ആയിരിക്കുന്ന തൊപ്പി, ബാക്കിലിരിക്കുന്ന തൊപ്പി നമ്മൾ